5 ഏക്കർ കൊയ്യാറായ നെൽകൃഷി കാട്ടാന നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കർഷകൻ പാലക്കാട് മലമ്പുഴ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൊട്ടക്കാട് സ്വദേശി രവീന്ദ്രനാണ് വാളയാർ റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. നഷ്ടപരിഹാരം ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാമെന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് രവീന്ദ്രൻ കൃഷി ചെയ്യുന്നത്. ബാങ്കിൽ നിന്നും വായ്പയെടുത്തും കെട്ടിതാലി ഉൾപ്പെടെ പണയം വെച്ചാണ് നെൽകൃഷി ഇറക്കിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാത്രിയിൽ കാട്ടാനയെത്തി കൃഷി പൂർണ്ണമായി നശിപ്പിക്കുകയായിരുന്നുവെന്ന് രവീന്ദ്രൻ പറഞ്ഞു. ഞാൻ ഈ കൃഷി ഉദ്ദേശിച്ചിട്ടാണ് എൻ്റെ മക്കളെയും കുട്ടികളെയും എല്ലാം നോക്കണതും പഠിപ്പിക്കണം, വിദ്യാഭ്യാസം എല്ലാം ഞാൻ ജീവിക്കുന്നതേ അതുകൊണ്ടായിരുന്നു. അത് 2 രാത്രി കൊണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു. 200 മീറ്റർ പോയ ഓസ് അതിന് ചുരുട്ടിക്കൂട്ടി മൊത്തം നാശമാക്കിയിട്ട് പാടം അങ്ങനെ ഒരു മരിച്ച വീട് കിടക്കുമ്പോൾ ആ പാടം കിടക്കണോ? ഒരു രക്ഷയില്ല. ഇനി ഈ കടം എങ്ങനെ വീട്ടും? ഈ കടത്തിന് ഞാൻ എന്ത് വഴി പറയും? നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് രവീന്ദ്രൻ ഒറ്റയാൾ സമരം നടത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും ആനയെ തുരത്താൻ സഹായിച്ചില്ലെന്നും രവീന്ദ്രൻ ആരോപിച്ചു. നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രവീൺ പറഞ്ഞു. ഇത് ആരക്കോട് ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഫെൻസിംഗ് ഉണ്ട്, റെയിൽവേ ഫെൻസിംഗ് ഉണ്ട്. ഈ 2 ഫെൻസിങ്ങുകളും തകർത്തിട്ടാണ് ഈ ആന വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് ഈ ഭാഗത്ത് ഒരു ടീം പോയിട്ടുണ്ട്. അവിടെ ആന ഏതെങ്കിലും ഭാഗത്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ തുരത്തിവിടാനുള്ള ടീമും ഓൾറെഡി പോയിട്ടുണ്ട്. വനം വകുപ്പിന്റെ ഉറപ്പിന്മേലാണ് രവീന്ദ്രൻ സമരം അവസാനിപ്പിച്ചത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.